നമസ്തേ. ഭീകരാക്രമണത്തിൽ സ്വന്തം പിതാവ് നഷ്ടപ്പെട്ട ഒരു മകൾ ആ വേദനയുടെ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ആ വീഡിയോയ്ക്ക് താഴെ വന്ന് ഇങ്ങനെയാണോ എൻ്റെ സഹോദരങ്ങൾ ഇത് ചെയ്തത് എന്ന ആവേശം കൊള്ളുകയും ഇന്ത്യക്കാർ ഇനിയും മരിക്കുമെന്ന് കൊലവിളി നടത്തുകയും ചെയ്യുന്ന ഒരു മലയാളി യുവാവ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച ശ്രീ എൻ രാമചന്ദ്രന്റെ മകൾ ആരതിയുടെ വീഡിയോയ്ക്ക് താഴെ രാജ്യവിരുദ്ധ കമന്റിട്ട നോർത്ത് പറവൂർ സ്വദേശി മുഹമ്മദ് സനൂഫ് ഒടുവിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ വെച്ച് പോലീസിന്റെ പിടിയിലായിരിക്കുകയാണ്. ഇതൊരു സാധാരണ സൈബർ കുറ്റകൃത്യമല്ല. ഒരു മലയാളി യുവാവ് രാജ്യത്തിന് വേണ്ടി ജീവൻ ബലി നൽകിയ ജവാനെ അധിക്ഷേപിക്കാൻ മാത്രം എങ്ങനെയാണ് ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുന്നത്? ഒരു സാധാരണ മനുഷ്യന് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഇത്തരം വിദ്വേഷ ചിന്തകൾ എങ്ങനെയാണ് നമുക്ക് ചുറ്റുമുള്ള ചിലരിലേക്ക് എത്തുന്നത്? എന്താണ് ഈ സംഭവത്തിന് പിന്നിലെ യഥാർത്ഥ കേരള സ്റ്റോറി? പഹൽഗാം ഭീകരാക്രമണത്തിൽ ഒരു മലയാളി ക്രൂരമായി കൊല്ലപ്പെട്ടതിനെ ആഘോഷിക്കാൻ മാത്രം ഇവിടെയുള്ള ചിലർ തുനിയുന്നത് കേരളത്തിൽ വലിയ ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ്. യുവമോർച്ച നേതാവ് അദീന ഭാരതി നൽകിയ പരാതിയിലാണ് സൗദി അറേബ്യയിൽ നിന്ന് നാട്ടിലെത്തിയ പ്രതിയെ പോലീസ് ഡിജിറ്റൽ തെളിവുകൾ സഹിതം അറസ്റ്റ് ചെയ്തത്. ഈ സംഭവത്തിൽ അതിശക്തമായ ഭാഷയിലാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചിരിക്കുന്നത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും വർഷങ്ങളായി കോൺഗ്രസും CPM-ഉം ഇവിടെ വളർത്തിയെടുത്ത വോട്ട് ബാങ്ക് പ്രീണന രാഷ്ട്രീയത്തിന്റെയും തീവ്രവാദ ചിന്താഗതികൾ സാധാരണവൽക്കരിക്കുന്നതിന്റെയും അനന്തരഫലമാണിതെന്നുമാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ തുറന്നടിക്കുന്നത്. ഇതോടൊപ്പം ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റും എഴുത്തുകാരനുമായിട്ടുള്ള പ്രേം ശൈലേഷ് പങ്കുവച്ച ഗൗരവമേറിയ നിരീക്ഷണങ്ങളും ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. രണ്ടു പ്രതികരണങ്ങളിലേക്കും നമുക്കൊന്ന് കണ്ണോടിക്കാം. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഒരു മലയാളി ക്രൂരമായി കൊല്ലപ്പെട്ടതിനെ ആഘോഷിക്കാൻ മാത്രം ഇവിടെയുള്ള ചിലർ എങ്ങനെയാണ് ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുന്നത് എന്ന ഗൗരവമേറിയ ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും വർഷങ്ങളായി കോൺഗ്രസും CPM-ഉം ഇവിടെ വളർത്തിയെടുത്ത വോട്ട് ബാങ്ക് പ്രീണന രാഷ്ട്രീയത്തിന്റെ തീവ്രവാദ ചിന്താഗതികൾ സാധാരണവൽക്കരിക്കുന്നതിന്റെയും അനന്തര ഫലമാണിതെന്നും രാജീവ് ചന്ദ്രശേഖർ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ തുറന്നടിക്കുന്നു. വിദ്വേഷം നിറഞ്ഞ ഈ കമന്റും അതിന് പിന്നിലെ അപകടകരമായ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളും നമ്മൾ ഗൗരവമായി കാണേണ്ടതുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു വിശദമായ വിശകലനത്തിലേക്ക് നമുക്ക് പോകാം. ഈ സംഭവത്തിൽ പ്രതികരിച്ചുകൊണ്ട് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉന്നയിച്ച ചോദ്യങ്ങൾ വലിയ രീതിയിൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും വർഷങ്ങളായി തുടരുന്ന വോട്ട് ബാങ്ക് പ്രീണന രാഷ്ട്രീയത്തിന്റെ ഫലമാണിതെന്നും അദ്ദേഹം രൂക്ഷമായി ആരോപിക്കുന്നു. എന്നാൽ ഇതിനപ്പുറം ഒരു സാധാരണ പൗരന്റെ മനസ്സിൽ ഈ കമന്റ് ഉണ്ടാക്കിയ ഞെട്ടൽ എന്താണ്? ഈ വിവാദ കമന്റിലെ വരികൾ കൃത്യമായി പരിശോധിച്ചാൽ ഏതൊരു ജനാധിപത്യ വിശ്വാസിക്കും ഭയം തോന്നും. ഒന്നാമതായി, ഭീകരാക്രമണം നടത്തിയ ജെയ്ഷെ മുഹമ്മദ് ഭീകരവാദികളെ എൻ്റെ സഹോദരങ്ങൾ എന്നാണ് ആ പ്രതി വിശേഷിപ്പിക്കുന്നത്. അതായത് രാജ്യത്തിന് വേണ്ടി ജീവൻ ബലി നൽകിയ ജവാന്റെയോ അദ്ദേഹത്തിന്റെയോ കുടുംബത്തിന്റെയോ വേദനയല്ല, മറിച്ച് വേട്ടക്കാരന്റെ ക്രൂരതയിലാണ് ഇത്തരക്കാർ ആവേശം കണ്ടെത്തുന്നത്. രണ്ടാമതായി, ഇന്ത്യയെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അപമാനിക്കുന്ന വരികളും ഇന്ത്യൻ മുസ്ലിങ്ങൾ ഒഴികെ ബാക്കി എല്ലാവരെയും കൂട്ടമായി നശിപ്പിക്കാൻ ഭീകര സംഘടനകളോട് ആവശ്യപ്പെടുന്ന രീതിയുമാണ് ഇതിലുള്ളത്. ചരിത്രത്തിൽ ഇന്ത്യ നേരിട്ട അധിനിവേശങ്ങളുടെയും വിദ്വേഷത്തിന്റെയും അതേ ചിന്താഗതിയാണ് ആധുനിക കാലത്തും സോഷ്യൽ മീഡിയ വഴി ഇവർ പുറത്തുവിടുന്നത്. അദീന ഭാരതിയെ പോലുള്ള യുവ നേതാക്കൾ നിയമപരമായി പരാതി നൽകിയില്ലായിരുന്നുവെങ്കിൽ വിദേശത്തിരുന്ന് രാജ്യത്തെ അധിക്ഷേപിച്ച ഈ പ്രതി യാതൊരു ഭയവുമില്ലാതെ നാട്ടിൽ വന്നു മടങ്ങുമായിരുന്നു. ഈ വിഷയത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉയർത്തുന്ന പ്രധാന വിമർശനം കോൺഗ്രസ് CPM മുന്നണികൾക്കെതിരെയാണ്. ദേശീയ താൽപര്യത്തെക്കാൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് മുൻഗണന നൽകുമ്പോൾ തീവ്രവാദ ചിന്താഗതികൾ സാധാരണവൽക്കരിക്കപ്പെടുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട നിരപരാധിയായ ശ്രീ എൻ രാമചന്ദ്രന്റെ മരണം ആഘോഷമാക്കുകയും രാജ്യവിരുദ്ധ പരാമർശങ്ങൾ നടത്തുകയും ചെയ്ത മുഹമ്മദ് സനൂഫ് അബ്ദുൾ എന്ന യുവാവിന്റെ അറസ്റ്റ് ഓരോ മലയാളിക്കും ഒരു മുന്നറിയിപ്പാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. കോൺഗ്രസ് CPM കക്ഷികളുടെ രാഷ്ട്രീയ കാപട്യത്തിന്റെയും വോട്ട് ബാങ്ക് പ്രീണനത്തിന്റെയും അനന്തര ഫലമാണിത്. ദേശീയ നേട്ടങ്ങൾ ആഘോഷിക്കാൻ വിസമ്മതിക്കുന്നവരും നമ്മുടെ യുവാക്കളെ അഭിസംബോധന ചെയ്യാൻ ഹമാസ് നേതാക്കളെ അനുവദിക്കുന്നവരും ചേർന്ന് ഇവിടെ ദേശസ്നേഹം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. ഇത് കേരളത്തിനും ഭാരതത്തിനും ഒരുപോലെ അപകടകരമാണ്. വിദ്വേഷത്തിന്റെയും വിഭജനത്തിന്റെയും അപകട രാഷ്ട്രീയം അവസാനിക്കണം. വന്ദേമാതരം ആലപിക്കുന്നതിനെ എതിർക്കുന്നവരും ഹമാസ് നേതാക്കൾക്ക് ഓൺലൈനായി ഇവിടെ സംസാരിക്കാൻ വേദിയൊരുക്കുന്നവരും ഈ അപകടകരമായ രാഷ്ട്രീയത്തിനാണ് വളം വെക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് നമുക്കൊന്ന് വായിക്കാം. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഒരു മലയാളി ക്രൂരമായി കൊല്ലപ്പെട്ടതിനെ ആഘോഷിക്കാൻ മാത്രം മറ്റൊരു മലയാളി യുവാവ് എങ്ങനെയാണ് ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുന്നു?
ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട നിരപരാധിയായ എൻ രാമചന്ദ്രന്റെ മരണം ആഘോഷമാക്കുകയും രാജ്യവിരുദ്ധ പരാമർശങ്ങൾ നടത്തുകയും ചെയ്ത മുഹമ്മദ് സനൂഫ് അബ്ദുൾ എന്ന യുവാവിന്റെ അറസ്റ്റ് ഓരോ മലയാളിക്കും ഒരു മുന്നറിയിപ്പാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. വർഷങ്ങളായി തുടരുന്ന പ്രീണനത്തിന്റെയും തീവ്രവാദ ചിന്താഗതികൾ വളർത്തുന്നതിന്റെയും കോൺഗ്രസ് CPM കക്ഷികളുടെ രാഷ്ട്രീയ കാപട്യത്തിന്റെയും അനന്തരഫലമാണിത്. ദേശീയ താൽപര്യത്തേക്കാൾ അവർ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് മുൻഗണന നൽകുമ്പോൾ, തീവ്രവാദ ശക്തികളെ അവർ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുമ്പോൾ, നമ്മുടെ ദേശീയ നേട്ടങ്ങൾ ആഘോഷിക്കാൻ അവർ വിസമ്മതിക്കുമ്പോൾ, ഓപ്പറേഷൻ സിന്ദൂർ ആഘോഷിക്കുന്നവർക്കെതിരെ അവർ കേസെടുക്കുമ്പോൾ, വന്ദേ മാതരം ആലപിക്കുന്നതിനെ അവർ എതിർക്കുമ്പോൾ, നമ്മുടെ യുവാക്കളെ അഭിസംബോധന ചെയ്യാൻ അവർ ഹമാസ് നേതാക്കളെ അനുവദിക്കുമ്പോൾ, ദേശസ്നേഹം ചോദ്യം ചെയ്യപ്പെടുകയും തീവ്രവാദവൽക്കരണം സാധാരണവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അവർ സൃഷ്ടിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് CPIM എന്നിവർ വളരെ കാലമായി ഈ അപകടകരമായ രാഷ്ട്രീയം വളർത്തിക്കൊണ്ടുവരികയാണ്. ഇത് കേരളത്തിന് അപകടകരമാണ്. ഇത് ഭാരതത്തിനും അപകടകരമാണ്. നമ്മുടെ യുവാക്കൾ അർഹിക്കുന്നത് തൊഴിൽ നൈപുണ്യം, അവസരങ്ങൾ, നൂതന ആശയങ്ങൾ, ദേശസ്നേഹം എന്നിവയിൽ അധിഷ്ഠിതമായ ഒരു ഭാവിയാണ്. അല്ലാതെ വിദ്വേഷവും തീവ്രവാദവും വിഭജനവുമല്ല. കേരളത്തിന്റെ ഭാവി ഭാരതത്തിന്റെ വളർച്ചയുടെ ഭാഗമാകുന്നതിലാണ്, അല്ലാതെ അതിൽ നിന്നുള്ള ഒറ്റപ്പെടലല്ല. അപകടം പൊളിറ്റിക്സ് കാലഘട്ടം അവസാനിക്കണം. ഇനി വേണ്ടത് പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ആണ്. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് അവസാനിക്കുന്നത്. ഈ വിഷയത്തിൽ യുവ എഴുത്തുകാരനായിട്ടുള്ള പ്രേം ശൈലേഷ് ഉന്നയിക്കുന്ന നിരീക്ഷണങ്ങൾ അതിനേക്കാൾ ചിന്തനീയമാണ്. ഒരു സാധാരണ പൗരന്റെ മനസ്സിനെ പൊള്ളിക്കുന്ന ചില കാര്യങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്നാമതായി, ഭീകരാക്രമണം നടത്തിയ ഭീകരവാദികളെ എൻ്റെ സഹോദരങ്ങൾ എന്നാണ് പ്രതി വിശേഷിപ്പിക്കുന്നത്. കൊല്ലപ്പെട്ടവരോ ആ വേദന അനുഭവിക്കുന്നവരോ അവൻ്റെ മനസ്സിലില്ല. പകരം വേട്ടക്കാരൻ്റെ ക്രൂരതയിലാണ് അവൻ്റെ ആവേശം മുഴുവൻ. രണ്ടാമതായി, ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഒഴിവാക്കി ബാക്കി എല്ലാവരെയും കൂട്ടമായി നശിപ്പിക്കണമെന്നാണ് ഭീകര സംഘടനകളോട് ഇവൻ ആവശ്യപ്പെടുന്നത്. ചരിത്രത്തിൽ ഗസ്നിയും ഖിൽജിയും ഔറംഗസേബുമെല്ലാം ചെയ്ത അതേ വിദ്വേഷ ചിന്താഗതിയാണിത്. മിഷൻ 2047 സ്വപ്നം കാണുന്ന ഇത്തരം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. മൂന്നാമതായി, ഇത്തരം ക്രൂരതകൾ നടക്കുമ്പോൾ ഇത് BJPക്ക് ഇലക്ഷൻ ജയിക്കാനുള്ള തന്ത്രമാണെന്ന് പറഞ്ഞ് മെഴുകുന്നവർ യഥാർത്ഥത്തിൽ ഇത്തരം കുറ്റവാളികളെ വെളുപ്പിച്ചെടുക്കാൻ പരോക്ഷമായി സഹായിക്കുകയാണ് ചെയ്യുന്നത്. പോലീസിന്റെ പിടിയിലായിട്ട് പോലും ഇയാൾ ഏതോ സംഘിയുടെ ഫേക്ക് ID ആണെന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ സോഷ്യൽ മീഡിയയിൽ ഒരു കൂട്ടർ ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട്. ഹിന്ദുക്കൾക്ക് നേരെ ഇത്തരം കൊലവിളികൾ ഉയരുമ്പോൾ ഇവിടെയുള്ള പല മതേതര പാർട്ടികൾക്കും സാംസ്കാരിക നായകർക്കും ഒരു അനക്കവുമില്ല. ന്യൂനപക്ഷത്തിന്റെ വെറുമൊരു കുറുമ്പായി കണ്ട് ഇതിനെ കണ്ണടച്ചു വിടാനാണ് പലർക്കും താല്പര്യം. പ്രേം ശൈലേഷിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് പൂർണ്ണമായി വായിക്കാം. 2-3 കാര്യങ്ങളാണ് ഒരു ഹിന്ദു എന്ന നിലയിൽ കഴിഞ്ഞ വർഷം ഇവന്റെ ഈ കമന്റ് കണ്ടപ്പോൾ മനസ്സിൽ തോന്നിയത്. പഹൽഗാം ഭീകരവാദ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു രാമചന്ദ്രന്റെ മകൾ എങ്ങനെയാണ് ജെയ്ഷെ മുഹമ്മദ് ഭീകരവാദികൾ അത് നടത്തിയത് എന്ന് വിശദീകരിച്ച വീഡിയോയ്ക്ക് താഴെയാണ് ഇവൻ ഈ കമന്റ് ചെയ്തത്. ആദ്യത്തെ വരി നോക്കൂ. ഇങ്ങനെയാണോ എൻ്റെ സഹോദരങ്ങൾ ഇത് ചെയ്തത് എന്നാണ് അവന്റെ ആവേശം നിറഞ്ഞ ചോദ്യം. അതായത് കൊല്ലപ്പെട്ടവരോ ആ വേദന അനുഭവിക്കുന്നവരോ അവന്റെ മനസ്സിലില്ല. പകരം വേട്ടക്കാരൻ അത് ചെയ്യാനായി തിരഞ്ഞെടുത്ത രീതിയിലാണ് അവന്റെ ആവേശം മുഴുവനും. അവരാണ് ഇവനെ പോലെയുള്ളവരുടെ സഹോദരങ്ങൾ, വേദന അനുഭവിക്കുന്നവരല്ല. രണ്ടാമത്, അവന്റെ വരികളിൽ നിറഞ്ഞു നിൽക്കുന്നത് മുഴുവൻ ഇന്ത്യ വിരുദ്ധതയാണ്. ഇന്ത്യയെ ലോകരാജ്യങ്ങൾ കാർക്കിച്ചു തുപ്പുമെന്ന് വരെ പറയുന്നുണ്ട്. ഇതുപോലെയുള്ള ആക്രമണം നടക്കുമ്പോൾ BJPക്ക് ഇലക്ഷൻ ജയിക്കാനാണെന്ന് മെഴുകുന്നവന്മാരും പരോക്ഷമായി സഹോദരങ്ങളെ സംരക്ഷിച്ച് വെളുപ്പിച്ചു നൽകുന്ന പരിപാടി തന്നെയാണ് ചെയ്യുന്നത്. 3, ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഒഴിവാക്കി ബാക്കി എല്ലാവരെയും കൂട്ടമായി നശിപ്പിക്കണമെന്നാണ് ഇവന്റെ അപേക്ഷ. അതും ഭീകരവാദ സംഘടനകളോട്. മുഹമ്മദ് ഗസ്നി ആദ്യമായി ഇന്ത്യയെ ആക്രമിക്കുന്ന നിമിഷം മുതൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണിത്. അവന്റെ സമാന ചിന്താഗതിയുള്ള പലരും ഉള്ളിൽ കൊണ്ട് നടന്നത് അവൻ തുറന്നെഴുതിയെന്നേ ഉള്ളൂ. ഗസ്നിയും ഖിൽജിയും ഔറംഗസേബുമെല്ലാം ഇവൻ ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് ഒരു വഴിയിൽ കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, അവരെ മഹത്വൽക്കരിച്ച് നമ്മൾ പാഠപുസ്തകത്തിൽ പഠിക്കുന്നു, ഇവൻ ഉള്ളിലുമായി. കമന്റിലെ ബാക്കി ഭാഗങ്ങളെല്ലാം തന്നെ ഇന്ത്യയെക്കുറിച്ച് ഇത്തരം ചിന്താഗതിക്കാർക്കുള്ള സ്വപ്നമാണ്. മിഷൻ 2047 ഓർമ്മയില്ലേ? ഇവനൊക്കെ ഗൾഫിലേക്ക് പോകുന്നതിന് മുന്നേ ഈ നാട്ടിൽ നമുക്ക് ചുറ്റുമുണ്ടായിരുന്നു. അദീന ഭാരതി പരാതി നൽകിയില്ലായിരുന്നുവെങ്കിൽ, ആരും പരാതി നൽകിയില്ലായിരുന്നുവെങ്കിൽ കൂളായി ലീവിന് നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുകയും ചെയ്യുമായിരുന്നു. ഇത്തരം ചിന്താഗതികളുള്ള അനേകം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. പഹൽഗാം ആക്രമണത്തിന്റെ അന്ന് തന്നെ കണ്ട മറ്റൊരു കമന്റ് ചത്തത് സംഘികളല്ലേ എന്നാണ്. അവനാണെങ്കിൽ ഇടതുപക്ഷ പോരാളി. എമ്പുരാനിൽ പറയുന്ന മുന്ന ആരാണെന്ന് ഇനി ആർക്കും സംശയമില്ലല്ലോ. പോലീസിൽ അറസ്റ്റിലായിട്ട് പോലും ഇവനെ ഏതോ സംഘിയുടെ ഫേക്ക് ആണെന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നവന്മാരെ വരെ ഇന്നലെ കണ്ടു. അപ്പോൾ മുന്നമാരും ചുറ്റുമുണ്ട്. മതേതര പാർട്ടികൾക്ക് അനക്കമില്ല. കാരണം ഹിന്ദുക്കൾക്ക് നേരെയാണല്ലോ ഇവന്റെ കൊലവിളി ഉയർന്നത്.
ആർക്കും ഒരു ചാപ്പയും അടിക്കേണ്ട, ഒന്നും പ്രതിഷേധിക്കാനില്ല, ഒന്നും പറയാനുമില്ല. ന്യൂനപക്ഷത്തിന്റെ കുറുമ്പ് അല്ലേ, കണ്ണടയ്ക്കാമെന്ന് കരുതി കാണും. ഇതൊക്കെയാണ് കേരള സ്റ്റോറി. അമ്പലവും പള്ളിയും ഒരു പറമ്പിൽ നിൽക്കുന്നത് വലിയ സംഭവമായി കാണിച്ച് ഊറ്റം കൊള്ളുന്ന പലരും മിണ്ടാൻ പോലും മടിക്കുന്ന ദി റിയൽ കേരള സ്റ്റോറി. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് അവസാനിക്കുന്നത്. എന്തായാലും അമ്പലവും പള്ളിയും ഒരു പറമ്പിൽ നിൽക്കുന്നത് മാത്രം കാണിച്ച് നാം ഇവിടെ വലിയ സംഭവമായി ഊറ്റം കൊള്ളുമ്പോൾ തൊട്ടപ്പുറത്ത് നമ്മുടെ യുവത്വത്തെ രാജ്യവിരുദ്ധതയിലേക്കും വിദ്വേഷത്തിലേക്കും നയിക്കുന്ന ഒരു നിശബ്ദ അജണ്ട പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പലരും മിണ്ടാൻ ഭയക്കുന്ന സത്യമാണിത്. ഇതാണ് ദി റിയൽ കേരള സ്റ്റോറി. രാജീവ് ചന്ദ്രശേഖറും പ്രേം ശൈലേഷും പറഞ്ഞതുപോലെ അപകട രാഷ്ട്രീയത്തിന്റെ കാലഘട്ടം ഇവിടെ അവസാനിക്കേണ്ടതുണ്ട്. നമ്മുടെ യുവാക്കൾക്ക് തൊഴിലും അവസരങ്ങളും ദേശസ്നേഹവും നൽകുന്ന ഒരു ഭാവിയാണ് ഉണ്ടാകേണ്ടത്. വിദ്വേഷം പരത്തുന്നവർ ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും ഒറ്റപ്പെടുത്താനും പൊതുസമൂഹം തയ്യാറാകണം. അല്ലാത്ത പക്ഷം തകരുന്നത് ഈ നാടിന്റെ സമാധാനമായിരിക്കും. ഈ വിഷയത്തിൽ നിങ്ങളുടെ പ്രതികരണങ്ങൾ താഴെ കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം കൂടുതൽ വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.